ഹായ്. ഇന്ന് നവംബർ 14 ചിൽഡ്രൻസ് ഡേ, ശിശുദിനം. അപ്പോൾ എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ശിശുദിന ആശംസകൾ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ശിശുദിനം എന്ന് പറയുന്നത് ശിശുക്കൾക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, ഈ കുട്ടിത്തം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും, ഏത് പ്രായത്തിലുള്ളവർക്കും ശിശുദിന ആശംസകൾ. ഞാൻ ഇന്ന് എൻ്റെ കുഞ്ഞു കൂട്ടുകാരുടെ അടുത്ത് ഒരു ചെറിയൊരു കാര്യം, ഒരു ചെറിയ ഒരു അവയർനെസ് തരാനാട്ടോ വന്നിരിക്കുന്നത്. എന്നെ ചീത്ത വിളിക്കരുത്, അഡ്വൈസ് കേട്ട് മടുത്തും പറയരുത് കേട്ടോ. ഇത് അഡ്വൈസായിട്ട് എടുക്കണ്ട, സ്നേഹമായിട്ട് ഒരു ആൻറ്റി പറഞ്ഞിരുന്ന പോലെ കേട്ടാൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ദാനം അല്ലേ. ഹെൽത്ത് ഈസ് വെൽത്ത്, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യത്തിന് എന്താ വേണ്ടത്? നല്ല ഫുഡ് അല്ലേ. ഫുഡാണ് നമുക്ക് എനർജി തരുന്നതും നമ്മുടെ ബോഡിയിലെ മസിൽസും എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഓരോ സെല്ലിനും നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഒരു പ്രോവർബ് ഉണ്ട്, യു ആർ വാട്ട് യു ഈറ്റ്. നിങ്ങൾ സോഡിയം ബെൻസോയിറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോട്ടെ, പ്രിസർവേറ്റീവ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല. ഫുഡിൽ നമ്മൾ പ്രിസർവേറ്റീവ് ചേർക്കും അല്ലേ. ഫുഡിൽ ഒരുവിധം എല്ലാ ഫുഡിലും, ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലാത്ത പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാക്ക് ചെയ്തിട്ടുള്ള എന്ത് ഫുഡിലാണെങ്കിലും നമുക്ക് അതിനകത്ത് പ്രിസർവേറ്റീവ് ചേർക്കുന്നത് നമുക്കറിയാം അല്ലേ. അല്ലെങ്കിൽ ഒരാഴ്ച ഇരിക്കേണ്ട ടൊമാറ്റോ സോസ് എങ്ങനെയാണ് 2 വർഷം ഇരിക്കുന്നത്? വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്നെ അറിയാം ഇതല്ല. ഈ പ്രിസർവേറ്റീവിൻ്റെ കെമിക്കൽ നെയിമാണ് സോഡിയം ബെൻസോയിറ്റ്. ഈ സോഡിയം ബെൻസോയിറ്റിനെ പറ്റിയാണ് എനിക്ക് കുറച്ച് കാര്യം നിങ്ങളോട് പറയാനുള്ളത്. ഈ സോഡിയം ബെൻസോയിറ്റ് എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്, ഡിറൈവ് ഫ്രം ബെൻസോയിക് ആസിഡ്. ഈ സോഡിയം ബെൻസോയിറ്റ് വൈറ്റമിൻ സിയുമായിട്ട് കൂട്ടുകൂടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? എന്ത് കെമിക്കൽ ഉണ്ടാകുന്ന അറിയാമോ? ബെൻസീൻ. ബെൻസീൻ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ഈസ് കാർസിനോജനിക് എന്ന് പറഞ്ഞാൽ വിച്ച് കോസസ് ക്യാൻസർ. പേടിക്കണം, സത്യമായിട്ടും പേടിക്കണം. ഇനി ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരട്ടെ. നിങ്ങൾ ഓരോരുത്തരും റെഗുലറായിട്ട് കഴിക്കുന്ന സാധനങ്ങളുടെ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, ടൊമാറ്റോ സോസ് ആയിക്കോട്ടെ, ബ്രെഡോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ കഴിക്കുന്ന, അതായത് വീട്ടിലുണ്ടാക്കുന്നതല്ല പുറത്തുനിന്ന് നിങ്ങൾ വാങ്ങിക്കുന്ന ഏത് ഫുഡിൻ്റെയും ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നിങ്ങൾ ഇന്ന് തൊട്ട് പരിശോധിക്കാൻ തുടങ്ങണം. ഓക്കെ. ഈ സോഡിയം ബെൻസോയിറ്റ് അതിന് 3 തരത്തിലറിയാം. ഒന്ന് സോഡിയം ബെൻസോയിറ്റ് തന്നെ, വേറൊരു കോഡുണ്ട് അതിന്, E211. ഇനി ഇതിന് വേറൊരു കോഡും കൂടെ ഉണ്ട് കേട്ടോ, INS211. നിങ്ങൾ ഈ 211 ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഇനി തൊട്ട് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കുക, അതിൻ്റെ പുറകിലുണ്ടാവും, ഏത് പാക്കറ്റിൻ്റെ പുറകിലുണ്ടാവും. അപ്പോൾ ആ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ 211 കണ്ടാൽ എന്താ മനസ്സിലാക്കേണ്ടത്? അത് സോഡിയം ബെൻസോയിറ്റ് ആണ്. നമ്മൾ ഈ സിമ്പിളായിട്ട് പ്രിസർവേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാവുന്ന ഒരു പോസിറ്റീവ് കാര്യമാണ്. ഫുഡ് പ്രിസർവ് ചെയ്യാൻ, ഫുഡ് ചീത്താവാതിരിക്കാനുള്ള എന്തോ ഒരു സംഭവമാണ്, എന്തോ ഒരു മാജിക് ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല, അതൊരു ഡേഞ്ചറസ് കെമിക്കലാണ്. അത് സാധാരണപ്പെട്ടവർക്കൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാവാതിരിക്കാനാണ് ഒരു കോഡിൽ 211 എന്നൊക്കെ എഴുതി വെക്കുന്നത്. ഇതിന് ധാരാളം സൈഡ് എഫക്റ്റ് ഉണ്ട്. അതായത് വിഷൻ ബ്ലർഡ് ആവുക, ഹെഡേക്ക്, തലവേദനയാണ് മെയിനായിട്ട് എപ്പോഴും കണ്ടുവരുന്ന ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെസ്റ്റ്ലെസ്നെസ്, നമുക്ക് ഉറക്കം, ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സ്ലീപ്പ്, ഒത്തിരി ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ കാണുക. പിന്നെ എടുത്തു പറയാനുള്ളൊരു സൈഡ് എഫക്റ്റാണ് ഹൈപ്പർ ആക്ടിവിറ്റി. ഞാൻ ഈ ഒരു സ്റ്റഡിയിൽ വായിച്ചതാണ്, 8 out of 10 കുട്ടികൾക്കും ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്. പണ്ടൊന്നും ഇതൊന്നും കേട്ട് കഴിയോ ഉണ്ടായിരുന്നില്ല അല്ലേ. ഉണ്ടായിരുന്നു കാണും, അത് റെയറായിട്ട്. ഇപ്പോൾ ഈ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ADHD ഉള്ള കുട്ടികൾ വളരെയധികം കൂടി വരുന്നുണ്ട്. അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പവറൊക്കെ വളരെ കുറവായിരിക്കും, അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും അവർ. അതൊക്കെ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ കഴിക്കുമ്പോൾ പെട്ടെന്ന് ഈ സൈഡ് എഫക്റ്റും ക്യാൻസറും ഒക്കെ വരുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇൻ ദ ലോങ് റൺ നമ്മളിത് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുവാണല്ലോ, ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമ്മളിത് തുടർന്നുകൊണ്ടേയിരിക്കും അല്ലേ. അങ്ങനെ തുടർന്ന് കുറേ കാലം കഴിയുമ്പോൾ ഈവൻ നമ്മുടെ അതായത് DNA പോലും ചില മ്യൂട്ടേഷൻസ് സംഭവിക്കാനുള്ള ചാൻസസ് കാണുന്നുണ്ടെന്ന് റിസർച്ചേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 1 കിലോ ടൊമാറ്റോ സോസ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെന്ന് വെച്ചോ. ആ ടൊമാറ്റോ സോസ് നമ്മൾ സാധാരണ രീതിയിൽ, അതായത് അതിൽ തന്നെ ഓൾറെഡി നാച്ചുറലായിട്ട് പ്രിസർവേറ്റീവ് ഉണ്ട്, ഷുഗർ ഉണ്ട്, സോൾട്ട് ഉണ്ട്, വിനിഗർ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അത് അല്ലാണ്ട് നമ്മൾ വേറെ ഒരു പ്രിസർവേറ്റീവ്, ഈ പറയുന്ന സോഡിയം ബെൻസോയിറ്റ് ഒന്നും ചേർത്തില്ലെങ്കിൽ അതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് മാക്സിമം ഒരു 2 വീക്സ് പുറത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 1 മാസമൊക്കെ ഇരിക്കുമായിരിക്കും. പക്ഷേ നമ്മൾ ഈ 1 കിലോഗ്രാം ടൊമാറ്റോ സോസിൽ 0.1 ഗ്രാം സോഡിയം ബെൻസോയിറ്റ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷെൽഫ് ലൈഫ് എത്ര കൂടുന്നതെന്ന് അറിയാമോ? 2 ഇയേഴ്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കൊച്ചുകുട്ടികളാണെങ്കിലും നിങ്ങൾക്കും ആലോചിക്കാനുള്ള ഒരു കഴിവില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതെങ്ങനെയാണ്. പ്രത്യേകിച്ച് ഈ ടൊമാറ്റോ സോസ്, പിക്കിൾസിലൊക്കെ ധാരാളം ഇത് ചേർക്കും കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പിക്കിൾസിലൊക്കെ നിറയെ പ്രിസർവേറ്റീവ് ഉണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അത് ടെസ്റ്റ് ആവുന്നതേ ഉള്ളൂ. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പിക്കിൾസ് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ പോലും അത് അവിടെ അങ്ങനെ തന്നെ ഇരിക്കും മാസങ്ങളോളം. നിങ്ങൾ നിങ്ങളുടെ അമ്മയെടുത്ത് ഒരു പിക്കിൾ ഇട്ടിട്ട് നിങ്ങൾ അതേപോലെ പുറത്തുനിന്ന് വെച്ച് നോക്കൂ. നിങ്ങൾക്ക് 2-3 ദിവസം, നമ്മുടെ ക്ലൈമറ്റ് നല്ല ഹ്യൂമിഡാണ്, ഹോട്ടാണ്. അപ്പോൾ ഈ ക്ലൈമറ്റിൽ ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ അത് ചീത്തയായി പോകും, നമുക്ക് കഴിക്കാൻ പറ്റില്ല. ആ സ്ഥലത്താണ് ഇത് മാസങ്ങളോളം വെളിയിൽ വെറുതെ വെച്ചാൽ പോലും ചീത്താവാത്തത്. ഈ ടൊമാറ്റോ സോസ് ഞാൻ വെറും ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ടൊമാറ്റോ സോസ് മാത്രമല്ല, നിങ്ങൾ കഴിക്കുന്ന ജാം, ഇതുപോലെ തന്നെ നൂഡിൽസ്, പാക്ഡ് ആയിട്ടുള്ള ഏത് ഫുഡും, ചോക്ലേറ്റ്സ്, ബ്രെഡ്, കൂൾ ഡ്രിങ്ക്സ്, ഈവൻ മെഡിസിൻസ്, ഈവൻ കോസ്മെറ്റിക്സിൽ പോലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ കൊച്ചു കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക, നിങ്ങൾക്കിത് വേണോ. ഒരിക്കലും കഴിക്കരുതെന്നോ അല്ല ഞാൻ പറയുന്നത്. ഇടയ്ക്കൊക്കെ ആവാം. എൻ്റെ മോനും കഴിക്കും, ഇടയ്ക്ക് കഴിക്കാം. കാരണം നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്, നമുക്കിതൊന്നും അവോയ്ഡ് ചെയ്ത് അങ്ങ് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ അമ്മമാരുണ്ടാക്കുന്ന ഫുഡ്, അതിന് കൂടുതൽ കുറ്റം പറയാതെ, അതാണ് അതിൻ്റെ യഥാർത്ഥ രുചി.
അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനേക്കാളും രുചി തോന്നുന്നുണ്ടെങ്കിൽ, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡിന് അതിനേക്കാളും രുചി തോന്നുന്നുണ്ടെങ്കിൽ, അത് അതിൽ ആഡ് ചെയ്തിരിക്കുന്ന കെമിക്കൽസിൻ്റെ ആ ഒരു റിസൾട്ടാണ്. അത് നിങ്ങളുടെ ബോഡിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. നമുക്ക് ആരോഗ്യമുള്ള ഒരു യുവതലമുറയാണ് നമുക്ക് ആവശ്യം, അല്ലേ? എന്തിനും നമുക്ക് എവിടെ എത്തിപ്പെടണമെങ്കിലും ആദ്യം എന്താ വേണ്ടത്? ആരോഗ്യമാണ്. കഴിയുന്നതും നിങ്ങൾ ഹോം മെയ്ഡ് ഫുഡ് നിങ്ങളുടെ അമ്മമാരോ അല്ലെങ്കിൽ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വേണം. നിങ്ങൾ ഇത് കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇത് അറിയാൻ പാടില്ലാത്ത കൂട്ടുകാരോട്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഇത് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, ആൻറ്റി ചുമ്മാ തള്ളുവാന്ന് പറയുവാണെങ്കിൽ, അങ്ങനെ തോന്നുവാണെങ്കിൽ നിങ്ങളുടെ കെമിസ്ട്രി ടീച്ചറോട് ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് കൂടെ ഒന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വെരി ഹാപ്പി ചിൽഡ്രൻസ് ഡേ. നല്ല ആരോഗ്യമുള്ള ഒരു ചൈൽഡ്ഹുഡ് ആവട്ടെ നിങ്ങളത്. അപ്പം ഇതുപോലെ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.